വയർലെസ് നെറ്റ്വർക്ക്. കേബിളുകളില്ലാതെ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെയാണ് വയർലെസ് നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. വയർലെസ് നെറ്റ്വർക്കുകൾ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇന്ന് ആളുകൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും സ്മാർട്ട് ഫോണുകളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇത്തരം ഉപകരണങ്ങൾ നമുക്ക് യഥേഷ്ടം നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം ജീവിതചര്യയായ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിനാൽ ഈ ഉപകരണങ്ങളിലെല്ലാം തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കണമെന്നത് ഒരിക്കലും ഒരു അത്യാഗ്രഹമായി കാണുവാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് വയർലെസ് നെറ്റ്വർക്കുകളുടെ പ്രസക്തിയേറുന്നത്. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ വയർലെസ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ഉദാഹരണമായി, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണ് അയാൾക്ക് നൽകുന്നത്? ഇൻഫ്രാറെഡ് വഴിയോ ബ്ലൂടൂത്ത് വഴിയോ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു ഉപകരണത്തിൽ നിന്നും മറ്റൊരു ഉപകരണത്തിലേക്ക് ഫയലുകൾ അയക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇവിടെ കേബിളുകൾ ഉപയോഗിച്ച് ഫയലുകൾ കൈമാറ്റം ചെയ്യുക എന്നത് എപ്പോഴും പ്രായോഗികമല്ല. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാൻഡ് ഫോണുകളിലെല്ലാം കേബിളുകളാണ് ഉപയോഗിച്ചിരുന്നത്. കേബിളുകൾ വഴിയാണ് അവിടെ ആശയവിനിമയം നടന്നിരുന്നത്. ഇത്തരം ഫോണുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ മൊബൈൽ ഫോണുകളുടെ വരവോടെ ഈ അവസ്ഥയിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ഇന്ന് നമുക്ക് എവിടെ വെച്ചും ഏതു നേരത്തും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആളുകളുമായി സംസാരിക്കുവാൻ സാധിക്കുന്നു. വയർലെസ് നെറ്റ്വർക്കിന്റെ അനന്ത സാധ്യതകളാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, കേബിളുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് വയർലെസ് നെറ്റ്വർക്കിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നത്? ഏതൊരു നെറ്റ്വർക്കിലും ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു ട്രാൻസ്മിഷൻ മീഡിയം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയം? നിങ്ങൾ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിനെ RF സിഗ്നലുകൾ എന്നും വിളിക്കാം. ഇത്തരം സിഗ്നലുകളാണ് ഇവിടെ ട്രാൻസ്മിഷൻ മീഡിയമായി പ്രവർത്തിക്കുന്നത്. RF സിഗ്നലുകൾ എന്താണെന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. എങ്കിലും വയർലെസ് നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ RF സിഗ്നലുകളെ കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. RF സിഗ്നലുകളുടെ ഏകദേശ റേഞ്ച് 30 കിലോഹെർട്സ് മുതൽ 300 ജിഗാഹെർട്സ് വരെയാണ്. RF സിഗ്നൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ലൈറ്റിനെ പോലെ RF സിഗ്നലുകളെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഒരു ഉപകരണത്തിൽ നിന്നും മറ്റൊരു ഉപകരണത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിനാണ് ഇത്തരം സിഗ്നലുകൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ FM റേഡിയോ കേട്ടിരിക്കുമല്ലോ. റേഡിയോ സ്റ്റേഷനുകൾ RF സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നത്. അവർ അറിയപ്പെടുന്നത് തന്നെ അവരുപയോഗിക്കുന്ന ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി 91.9 മെഗാഹെർട്സ് ഉപയോഗിക്കുന്ന റേഡിയോ മാംഗോ, 93.5 മെഗാഹെർട്സ് ഉപയോഗിക്കുന്ന റെഡ് FM തുടങ്ങിയവയൊക്കെ തന്നെ ഇന്ന് വളരെ പ്രശസ്തമാണ്. ഇതുപോലെ തന്നെ TV ബ്രോഡ്കാസ്റ്റിംഗിനും RF സിഗ്നലുകളാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലും നമുക്ക് RF സിഗ്നലുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കും. ഇന്ന് വളരെയധികം സ്ഥലങ്ങളിൽ വയർലെസ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയുടെ പ്രവർത്തനത്തിന് വയേർഡ് നെറ്റ്വർക്കിൽ നിന്നും വ്യത്യസ്തമായി ചില ഉപകരണങ്ങൾ കൂടി ആവശ്യമാണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വയർലെസ് ആയി ഡാറ്റ അയക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വയർലെസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡെങ്കിലും ഉണ്ടായിരിക്കണം. വയേർഡ് നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന NICയിൽ നിന്നും വ്യത്യസ്തമായി RJ45 കണക്ടറുകൾക്ക് പകരം ആന്റിന ആയിരിക്കും ഇത്തരം കാർഡുകളിൽ ഉണ്ടായിരിക്കുക. ഈ ആന്റിനയിൽ നിന്നാണ് RF സിഗ്നലുകൾ പുറപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് കമ്പ്യൂട്ടറുകളിലും ഇത്തരം NICകളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആന്റിനയിൽ നിന്നും അന്തരീക്ഷത്തിലൂടെയാണ് സിഗ്നലുകൾ സഞ്ചരിക്കുന്നത്. കേബിളുകളില്ലാതെ അന്തരീക്ഷത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സിഗ്നൽ കടന്നു പോകുന്ന പാതയിലിരിക്കുന്ന പല വസ്തുക്കളും സിഗ്നലിന്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രകാശവും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണല്ലോ. പ്രകാശം കടന്നു പോകുന്ന പാതയിലിരിക്കുന്ന പല വസ്തുക്കളും പ്രകാശത്തിന്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. RF സിഗ്നലിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല എങ്കിലും ഇതിന്റെ സഞ്ചാരത്തെയും പല വസ്തുക്കളും തടസ്സപ്പെടുത്തുന്നുണ്ട്. മെറ്റൽ പാർട്ടുകൾ, കോൺക്രീറ്റ് ഭിത്തികൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, എന്തിനേറെ പറയുന്നു മനുഷ്യ ശരീരവും RF സിഗ്നലിന്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയുന്നു. തന്മൂലം നെറ്റ്വർക്കിന്റെ മൊത്തത്തിലുള്ള വേഗതയും കുറയുന്നു. വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ സർവീസ് പ്രൊവൈഡർ ഉറപ്പുവരുന്ന വേഗത നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല. അവർ പറയുന്നതിന്റെ പകുതി വേഗത മാത്രമേ നമുക്ക് സാധാരണ ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞ വിവിധ കാരണങ്ങൾ മൂലമാണ് വയർലെസ് നെറ്റ്വർക്കിന്റെ വേഗത കുറയുന്നത്. വയേർഡ് നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് വേഗത കുറവാണെങ്കിലും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന നെറ്റ്വർക്കുകളാണ് വയർലെസ് നെറ്റ്വർക്കുകൾ.
നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ പുതിയതായി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ വയേർഡ് നെറ്റ്വർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കേബിളുകൾ കടന്നു പോകുന്നത് ചുമരിനുള്ളിലൂടെയോ ചുമരിൽ ഉറപ്പിച്ചിരിക്കുന്ന പൈപ്പിലൂടെയോ ആയിരിക്കും. ഇത്തരത്തിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. കൂടാതെ വർദ്ധിച്ച തോതിൽ പണവും ആവശ്യമാണ്. ഈ അവസരത്തിൽ ഒരു വയർലെസ് നെറ്റ്വർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പണവും സമയവും വളരെയധികം ലാഭിക്കുവാൻ സാധിക്കും. ഒരു വയർലെസ് നെറ്റ്വർക്കിൽ ആശയവിനിമയം സാധ്യമാകുന്നത് RF സിഗ്നലുകളുടെ സഹായത്താലാണല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രീക്വൻസിയിലുമുള്ള RF സിഗ്നലുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രീക്വൻസി ആവശ്യമാണെങ്കിൽ അത് ലഭിക്കുന്നതിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടതുണ്ട്. 1000 കോടി 2000 കോടി തുടങ്ങിയ വലിയ തുകകളാണ് ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത്. ഇത്രയും തുക മുടക്കിയാൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊള്ളൂ എന്ന അനുവാദമാണ് നമുക്ക് ലഭിച്ചത്. ഈ അനുവാദം ലഭിച്ചതിന് ശേഷം വിവിധ വയർലെസ് ഡിവൈസുകൾ ഉപയോഗിച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകൂ. ഒരു റൂമിലിരിക്കുന്ന 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ വയർലെസ് ആയി കണക്ട് ചെയ്ത് ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നതിന് ഇത്രയും തുക ചെലവഴിക്കേണ്ടി വന്നാൽ നാം എന്ത് ചെയ്യും? വയർലെസ് നെറ്റ്വർക്ക് വേണ്ടെന്ന് വെക്കും. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. ഇത്തരത്തിൽ ചെറിയ വയർലെസ് നെറ്റ്വർക്കുകൾ നിർമ്മിക്കുന്നതിനായി പണം മുടക്കാതെ തന്നെ ഒരു ഫ്രീക്വൻസി ലഭിച്ചാൽ എത്ര നന്നായിരിക്കും, അല്ലേ? ഇങ്ങനെ ലൈസൻസ് എടുക്കാതെ തന്നെ പണം മുടക്കാതെ തന്നെ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന 3 ഫ്രീക്വൻസി ബാൻഡുകൾ ഇന്ന് നിലവിലുണ്ട്. 900 MHz, 2.4 GHz, 5 GHz എന്നിവയാണ് ഈ ബാൻഡുകൾ. ഇവ അറിയപ്പെടുന്നത് ISM ബാൻഡുകൾ എന്നാണ്. ഇൻഡസ്ട്രിയൽ, സയന്റിഫിക് ആൻഡ് മെഡിക്കൽ എന്നതിന്റെ ചുരുക്കെഴുത്താണ് ISM. ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ FCC എന്ന ഓർഗനൈസേഷനാണ് ഈ 3 ബാൻഡുകളും റിലീസ് ചെയ്തത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പലവിധ ആവശ്യങ്ങൾക്കായി ആർക്കും ഈ ഫ്രീക്വൻസികൾ ഉപയോഗിക്കുവാൻ സാധിക്കും. അതിനാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾക്ക് പുറമെ മറ്റനവധി ഉപകരണങ്ങളും ഈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി മൈക്രോവേവ് അവൻ, കോർഡ്ലെസ് ഫോൺ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് ഈ 3 ബാൻഡുകളാണ്. ഈ പറഞ്ഞ ഉപകരണങ്ങളുടെ സാന്നിധ്യം നമ്മുടെ വയർലെസ് നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തെ വളരെ ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ ഒരു വയർലെസ് നെറ്റ്വർക്കിന്റെ അടിസ്ഥാന പ്രവർത്തനത്തെ പറ്റിയും ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയെക്കുറിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വിവിധതരം വയർലെസ് നെറ്റ്വർക്കുകളെ ഒന്ന് പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്സ്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വയർലെസ് നെറ്റ്വർക്കുകളെ പലതായി തരംതിരിക്കാം. വയർലെസ് LAN, വയർലെസ് MAN, വയർലെസ് WAN, വയർലെസ് PAN തുടങ്ങിയ പ്രധാന കാറ്റഗറികൾ കൂടാതെ നിരവധി സബ് കാറ്റഗറികളും ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് വയർലെസ് ലാനുകളെ കുറിച്ചാണ്. വയർലെസ് LAN 2 അതിലധികമോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന നെറ്റ്വർക്കുകളാണ് വയർലെസ് ലാനുകൾ. വളരെ ചെറിയ LAN ആണെങ്കിൽ വയർലെസ് NICകൾ മാത്രം ഉപയോഗിച്ചും നമുക്ക് ഇവയെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. ഇങ്ങനെ സെൻട്രൽ ഡിവൈസുകൾ ഒന്നുമില്ലാതെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കുകളെ വിളിക്കുന്ന പേരാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഇത്തരം നെറ്റ്വർക്കുകളുടെ മറ്റൊരു പേരാണ് അഡ്ഹോക് നെറ്റ്വർക്ക്. താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രമേ കമ്പ്യൂട്ടറുകളെ ഈ രീതിയിൽ കണക്ട് ചെയ്യാറുള്ളൂ. ഉദാഹരണമായി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തേണ്ടി വരുമ്പോൾ 1-2 ആളുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ ഒരു കോഓർഡിനേറ്ററുടെ ആവശ്യം ഉണ്ടാവുന്നില്ല. എന്നാൽ ചർച്ചയിൽ 10-20 ആളുകൾ പങ്കെടുത്താൽ ഒരു കോർഡിനേറ്റർ ഇല്ല എങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന പൂരം എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറുകളുടെ കാര്യവുമെന്ന് പറയാം. 1-2 കമ്പ്യൂട്ടറുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവയെ നേരിട്ട് ബന്ധിപ്പിക്കാമെങ്കിലും കമ്പ്യൂട്ടറുകളുടെ എണ്ണം കൂടുന്നതോടെ ഒരു കോർഡിനേറ്ററുടെ ആവശ്യം ഇവിടെയും രൂപപ്പെടുന്നു. വയേർഡ് നെറ്റ്വർക്കിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ച് വഴിയാണ് അവിടെ എല്ലാ കമ്പ്യൂട്ടറുകളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ വയർലെസ് നെറ്റ്വർക്കിൽ സ്വിച്ചിന്റെ സ്ഥാനം മറ്റൊരു ഉപകരണം കൈയടക്കി. വയർലെസ് നെറ്റ്വർക്കുകളിൽ സ്വിച്ചിനും പകരം ഉപയോഗിക്കുന്ന സെൻട്രൽ ഡിവൈസ് ആണ് ആക്സസ് പോയിന്റ്. ഒരു വയർലെസ് ലാനിലെ എല്ലാ കമ്പ്യൂട്ടറുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആക്സസ് പോയിന്റിലൂടെയാണ്. ഇത്തരത്തിൽ ആക്സസ് പോയിന്റുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് ലാനുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസിക് സർവീസ് സെറ്റ് അഥവാ BSS. ഏതൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കണമെങ്കിലും കുറേയേറെ പ്രോട്ടോകോളുകളും സ്റ്റാൻഡേർഡുകളും ആവശ്യമാണ്. ഒരു വയർലെസ് ലാൻ പ്രവർത്തിക്കുന്നത് വൈഫൈ എന്ന ടെക്നോളജി അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു പേരാണ് വൈഫൈ. വയർലെസ് ഫിഡിലിറ്റി എന്നതിന്റെ ചുരുക്കെഴുത്താണ് വൈഫൈ. ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുവാൻ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ്,
ഇതിൽ വൈഫൈ ഉണ്ടോ, 3G ഉണ്ടോ, 4G ലഭ്യമാണോ എന്നൊക്കെ. ഈ ടെക്നോളജികൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. വൈഫൈ എന്ന ടെക്നോളജി ഉപയോഗിച്ച് RF സിഗ്നലുകളുടെ സഹായത്താലാണ് വയർലെസ് LAN ഡാറ്റ കൈമാറ്റം ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന RF സിഗ്നലുകളുടെ ഫ്രീക്വൻസി 2.4 GHz 5 GHz ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ 3 ISM ബാൻഡുകളിലെ 2 എണ്ണമാണ് ഇവ. ഈ ഫ്രീക്വൻസികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വയർലെസ് LANന്റെ റേഞ്ച് ഏകദേശം 100 മീറ്റർ ആണ്. വൈഫൈ എന്ന ഈ ടെക്നോളജി വയർലെസ് LANകളിൽ മാത്രമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. വൈഫൈ അലയൻസ് എന്ന ഓർഗനൈസേഷനാണ് വൈഫൈ പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും. അവരുടെ ട്രേഡ് മാർക്ക് മിക്ക വൈഫൈ ഡിവൈസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. IEEE സ്റ്റാൻഡേർഡ്സ്. എല്ലാ വയർലെസ് നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയും പലതരം സ്റ്റാൻഡേർഡുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്കിന്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന വിവിധ സ്റ്റാൻഡേർഡുകൾ നിർമ്മിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് IEEE. IEEE എന്ന പേരിന്റെ പൂർണ്ണരൂപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്നാണ്. IEEE 802 എന്ന കമ്മിറ്റിയാണ് പ്രധാനമായും സ്റ്റാൻഡേർഡുകൾ നിർമ്മിക്കുന്നത്. അതിനാൽ ഇവർ നിർമ്മിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളിലും IEEE 802 എന്ന് കാണാം. വയർലെസ്സിന് വേണ്ടി ഇവർ നിർമ്മിച്ച സ്റ്റാൻഡേർഡാണ് IEEE 802.11. 1997 ആദ്യ WLAN സ്റ്റാൻഡേർഡ് നിലവിൽ വന്നത്. ഈ സ്റ്റാൻഡേർഡ് പ്രകാരം പ്രവർത്തിക്കുന്ന WLAN ഉപയോഗിക്കുന്നത് 2.5 GHz ഫ്രീക്വൻസിയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന കൂടിയ വേഗത 2 Mbps മാത്രമാണ്. ഇന്ന് ഈ സ്റ്റാൻഡേർഡ് അറിയപ്പെടുന്നത് IEEE 802.11 ലെഗസി എന്നാണ്. ഈ സ്റ്റാൻഡേർഡിൽ പല മാറ്റങ്ങളും വരുത്തി 1999 പുതിയ 2 സ്റ്റാൻഡേർഡുകൾ ഇറങ്ങുകയുണ്ടായി. അവയാണ് IEEE 802.11aയും 11bയും. ഇതിൽ 11a ഉപയോഗിക്കുന്നത് 5 GHz ഫ്രീക്വൻസിയാണ്. 11aയുടെ കൂടിയ വേഗത 54 Mbps ആണ്. IEEE 802.11 ലെഗസിയെ അപേക്ഷിച്ച് വളരെ കൂടിയ വേഗത നൽകിയെങ്കിലും 11a കൂടുതൽ ആളുകൾ ഉപയോഗിച്ചില്ല. കാരണം ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചത് 5 GHz ആണല്ലോ. ഇതേ വർഷം തന്നെ ഇറങ്ങിയ 11b ആണ് വളരെയധികം പ്രശസ്തമായത്. 2.4 GHz ഉപയോഗിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് നൽകുന്ന പരമാവധി വേഗത 11 Mbps ആണ്. 11a എന്ന സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് വേഗത കുറവായിരുന്നിട്ട് കൂടി 11b കൂടുതൽ പ്രചാരം നേടാനുള്ള കാരണം ഇതിന്റെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിരുന്ന അതേ ഫ്രീക്വൻസി തന്നെ ഉപയോഗിച്ചു എന്നതാണ്. 2003 IEEE വീണ്ടും ഈ സ്റ്റാൻഡേർഡിനെ പല മാറ്റങ്ങൾക്കും വിധേയമാക്കി. അങ്ങനെ 2003 ഇറങ്ങിയ സ്റ്റാൻഡേർഡാണ് IEEE 802.11g. ഈ സ്റ്റാൻഡേർഡും ഉപയോഗിച്ചിരുന്ന ഫ്രീക്വൻസി 2.4 GHz തന്നെയായിരുന്നു. എന്നാൽ 11g തരുന്ന മാക്സിമം സ്പീഡ് 54 Mbps ആണ്. 11bയെ പോലെ തന്നെ വളരെയധികം ആളുകൾ ഉപയോഗിച്ച, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഇത്. IEEE വീണ്ടും ഈ സ്റ്റാൻഡേർഡിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. അവർ നിർമ്മിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡാണ് IEEE 802.11n. 2009 പുറത്തിറങ്ങിയ ഈ സ്റ്റാൻഡേർഡ് നൽകുന്ന കൂടിയ വേഗത 300 Mbps ആണ്. 2.4 GHz-ലും 5 GHz-ലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സ്റ്റാൻഡേർഡ് ഇന്നുള്ള എല്ലാ വയർലെസ് ഡിവൈസുകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ എഫിഷ്യൻസി ഉള്ളതും വേഗതയാർന്നതുമായ പുതിയ വേർഷനുകൾ നമുക്കിനിയും പ്രതീക്ഷിക്കാം. വയർലെസ് സെക്യൂരിറ്റി. വാതിലുകളും ജനലുകളും അടച്ച് എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയ ഒരു വീടാണ് വയേർഡ് നെറ്റ്വർക്ക് എങ്കിൽ, എല്ലാ വാതിലുകളും ജനലുകളും മലർക്കെ തുറന്നിട്ട് ഒരു സുരക്ഷിതത്വമില്ലാത്ത വീടാണ് വയർലെസ് നെറ്റ്വർക്ക്. വയേർഡ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് വയർലെസ് നെറ്റ്വർക്കിൽ ഡാറ്റ നഷ്ടപ്പെടുവാനും കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ വയർലെസ് നെറ്റ്വർക്കിൽ നിന്നും ഡാറ്റ അപഹരിക്കുവാൻ സാധിക്കും. കാരണം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന RF സിഗ്നലുകളെ ഒരു റിസീവർ ഉപയോഗിച്ചാൽ ആർക്കും റിസീവ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ വയേർഡ് നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് വയർലെസ് നെറ്റ്വർക്കിൽ അൺഓതറൈസ്ഡ് ആക്സസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ തടയുന്നതിനായി വയർലെസ് നെറ്റ്വർക്കിൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വയർലെസ് LANൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സെക്യൂരിറ്റി സംവിധാനങ്ങളാണ്: 1. വയേർഡ് ഈക്വലന്റ് പ്രൈവസി WEP, 2. വൈഫൈ പ്രൊട്ടക്റ്റഡ് ആക്സസ് WPA, 3. വൈഫൈ പ്രൊട്ടക്റ്റഡ് ആക്സസ് 2 WPA2. ആദ്യ വയർലെസ് LAN സ്റ്റാൻഡേർഡായ IEEE 802.11 ലെഗസി റിലീസ് ചെയ്ത അതേ വർഷം തന്നെയാണ് WEP നിർമ്മിക്കപ്പെട്ടത്.
വയർലെസ് നെറ്റ്വർക്കുകൾ വയേർഡ് നെറ്റ്വർക്കുകളെ പോലെ സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് WEP എന്ന സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്. പക്ഷേ പേര് സൂചിപ്പിക്കുന്നത് പോലെ വയേർഡ് നെറ്റ്വർക്കിന് തുല്യമായ സെക്യൂരിറ്റി നൽകുന്നതിൽ WEP പരാജയപ്പെട്ടു. വളരെ പെട്ടെന്ന് തകർക്കാവുന്ന ഒരു എൻക്രിപ്ഷൻ അൽഗോരിതമാണ് WEP ഉപയോഗിച്ചത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന്? നിങ്ങൾക്ക് ഒരാളോട് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയാനുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാനും പാടില്ല. ഈ അവസരത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ടെങ്കിൽ അതായിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ അയക്കുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഡേറ്റയെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നാം നിർബന്ധമായും ഒരു പാസ്വേഡ് ഉപയോഗിച്ചിരിക്കണം. ഈ പാസ്വേഡ് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ യഥാർത്ഥ രീതിയിൽ ഈ ഡേറ്റയെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പാസ്വേഡിന്റെ വലിപ്പം കൂടുന്തോറും സെക്യൂരിറ്റിയും കൂടുന്നു. WEP എന്ന സ്റ്റാൻഡേർഡിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അൽഗോരിതം വളരെ ദുർബലമായതിനാൽ പുതിയൊരു സെക്യൂരിറ്റി മെത്തേഡ് നിർമ്മിക്കുന്നതിനുള്ള ആവശ്യം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ഇതിന്റെ ഫലമായി 2003 WPA എന്ന സ്റ്റാൻഡേർഡ് നിലവിൽ വന്നു. WPA എന്ന ഈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ നിർമ്മിച്ചത് വൈഫൈ അലയൻസ് ആയിരുന്നു. WEPയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്ന താല്പര്യത്തിൽ നിന്നും ഉടലെടുത്ത പ്രോട്ടോകോൾ ആയതിനാൽ WPA ഒരു വർഷം മാത്രമേ നിലനിന്നുള്ളൂ. WPA ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഹാർഡ്വെയർ പാർട്സുകൾ ഒന്നും തന്നെ മാറ്റേണ്ടി വരുന്നില്ല. പകരം ഡ്രൈവർ അപ്ഡേഷൻ മാത്രം മതിയായിരുന്നു. TKIP എന്ന അൽഗോരിതമാണ് WPA ഉപയോഗിച്ചത്. WEPയുമായി താരതമ്യം ചെയ്യുമ്പോൾ സെക്യൂരിറ്റി കൂടുതലാണെങ്കിലും WPAയ്ക്കും പല പരിമിതികൾ ഉണ്ടായിരുന്നു. അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി തീർന്നു. ആ പുതിയ സ്റ്റാൻഡേർഡാണ് WPA2. WPA ഇറങ്ങി വെറും ഒരു വർഷത്തിന് ശേഷം 2004 WPA2 പുറത്തിറങ്ങിയത്. മുൻഗാമികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം സെക്യൂരിറ്റി നൽകുന്ന ഒരു പ്രോട്ടോകോളാണ് WPA2. WPA2വിൽ AES അഥവാ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്. ഈ അൽഗോരിതം വളരെയധികം സെക്യൂരിറ്റി നൽകുന്ന ഒന്നാണ്. അതിനാൽ വയർലെസ് ലാനുകളിൽ പ്രധാനമായും WPA2 ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. വയർലെസ് ലാനുകളുടെ പ്രവർത്തനവും അവയിൽ ഉപയോഗിക്കുന്ന വിവിധ സ്റ്റാൻഡേർഡുകളും സെക്യൂരിറ്റി മെത്തേഡുകളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് മറ്റു വയർലെസ് നെറ്റ്വർക്കുകളെ കൂടി ഒന്ന് പരിചയപ്പെടാം. വയർലെസ് മാൻ വിവിധ സ്ഥലങ്ങളിലുള്ള വയർലെസ് ലാനുകളെ കണക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വയർലെസ് മാൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ പല സ്ഥലങ്ങളിലുള്ള നെറ്റ്വർക്കുകളെയാണ് വയർലെസ് മാൻ കണക്ട് ചെയ്യുന്നത്. വൈമാക്സ് എന്ന ടെക്നോളജിയാണ് വയർലെസ് മാൻ ഉപയോഗിക്കുന്നത്. വൈമാക്സ് എന്ന ഈ ടെക്നോളജി നിയന്ത്രിക്കുന്നത് വൈമാക്സ് ഫോറം എന്ന സംഘടനയാണ്. വൈമാക്സ് ടെക്നോളജിക്ക് 1 Gbps വരെ സ്പീഡ് നൽകുവാൻ സാധിക്കും. IEEE ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡായ IEEE 802.16 അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് WAN. വളരെ വലിയ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വയർലെസ് നെറ്റ്വർക്കാണ് വയർലെസ് WAN. ഒരു വയർലെസ് WAN ഒന്നിലധികം സിറ്റികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ഇത്തരം നെറ്റ്വർക്കുകളുടെ സഹായത്താലാണ്. മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും മറ്റു വയർലെസ് ഡിവൈസുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്നതിനായി നാം പലതരം ടെക്നോളജികൾ ഉപയോഗിക്കാറുണ്ടല്ലോ. 2G, 3G, 4G തുടങ്ങിയ പേരുകളെല്ലാം തന്നെ നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ നമുക്ക് ഇവയെല്ലാം ഒന്ന് പരിചയപ്പെടാം. വയർലെസ് ലാനുകളിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളെ പല ജനറേഷനുകളായാണ് തിരിച്ചിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ 2G, തേർഡ് ജനറേഷൻ 3G, ഫോർത്ത് ജനറേഷൻ 4G എന്നിവയാണ് അവ. സെക്കൻഡ് ജനറേഷൻ ടെക്നോളജികളുടെ വരവിനു മുൻപ് നാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ നമുക്കിന്ന് 1G എന്ന് വിളിക്കാം. 1980കളിലാണ് ഫസ്റ്റ് ജനറേഷൻ ടെക്നോളജികളുടെ ഉദയം. ആ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ അനലോഗ് ഡിവൈസുകളായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ടെക്നോളജികളുടെ ആവിർഭാവത്തോടെയാണ് ഡിജിറ്റൽ യുഗത്തിന് ആരംഭം കുറിച്ചത്. നാം മൊബൈൽ ഫോണുകളിലും മറ്റും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന GPRS അഥവാ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്, എഡ്ജ് അഥവാ എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ് ഫോർ GSM എവല്യൂഷൻ തുടങ്ങിയ ടെക്നോളജികളെല്ലാം സെക്കൻഡ് ജനറേഷനിൽ ഉൾപ്പെടുന്നു. തേർഡ് ജനറേഷൻ ടെക്നോളജികളുടെ സഹായത്താൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കരുത്താർജിച്ചു.
2Gയേക്കാൾ 10 മടങ്ങ് വേഗത തരുന്ന ടെക്നോളജികളാണ് 3Gയിലുള്ളത്. CDMA, UMTS, HSPA, HSPA+ തുടങ്ങി നിരവധി സ്റ്റാൻഡേർഡുകൾ തേർഡ് ജനറേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള വിശദമായ പഠനം A+, N+ തുടങ്ങിയ കോഴ്സുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോർത്ത് ജനറേഷന്റെ വരവോടുകൂടി വയർലെസ് നെറ്റ്വർക്കിന്റെ വേഗത വീണ്ടും വർദ്ധിച്ചു. മൊബൈൽ വെബ്, IP ടെലിഫോണി, HD TV, വീഡിയോ കോൺഫറൻസിംഗ്, 3D ടെലിവിഷൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കേബിളുകൾ ഇല്ലാതെ തന്നെ നമുക്കിന്ന് ഉപയോഗിക്കുവാൻ സാധിക്കും. ഫോർത്ത് ജനറേഷനിൽ വരുന്ന ഒരു ടെക്നോളജിയാണ് LTE, ലോങ് ടൈം എവല്യൂഷൻ എന്ന ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ വയർലെസ് വാനിൽ വേഗത എന്നത് ഒരു പ്രശ്നമേ ആകുന്നില്ല. ഇപ്പോൾ നാം കണ്ടു കഴിഞ്ഞതെല്ലാം തന്നെ വലിയ വയർലെസ് നെറ്റ്വർക്കുകളാണ്. വളരെ ചെറിയ ഏരിയയിൽ ഉപയോഗിക്കുന്ന വയർലെസ് നെറ്റ്വർക്കുകളെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കുകൾ അഥവാ PAN എന്ന് വിളിക്കാം. ഒരു മൊബൈൽ ഫോണും അതിന്റെ ഹെഡ്സെറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നമുക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇന്ന് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു കാഴ്ചയാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഫോണുകൾ ചെവിയോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതിന് പകരം ഒരു ചെറിയ ബ്ലൂടൂത്ത് ഡിവൈസ് ചെവിയിൽ സെറ്റ് ചെയ്താണ് പലരും സംസാരിക്കാറുള്ളത്. ഫോൺ സംഭാഷണത്തിനൊപ്പം മറ്റു പല ജോലികളിൽ ഏർപ്പെടുവാനും അവർക്ക് സാധിക്കും. എന്താണ് ഈ ബ്ലൂടൂത്ത്? ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനുള്ള ടെക്നോളജിയാണ് ബ്ലൂടൂത്ത്. ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് 2.4 GHz ISM ബാൻഡാണ്. ബ്ലൂടൂത്ത് എന്ന ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് എറിക്സൺ, IBM, ഇന്റൽ, നോക്കിയ, തോഷിബ തുടങ്ങിയ ഒരു കൂട്ടം കമ്പനികൾ ചേർന്നാണ്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചാൽ 721 kbps വരെ വേഗതയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ ബ്ലൂടൂത്ത് ഡിവൈസുകളുടെ മാക്സിമം റേഞ്ച് 10 മീറ്റർ വരെയാണ്. ചില ബ്ലൂടൂത്ത് ഡിവൈസുകൾക്ക് 100 മീറ്റർ വരെ റേഞ്ച് തരാൻ സാധിക്കുമെങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടുവാൻ ഇവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് വയർലെസ് നെറ്റ്വർക്ക്. സ്വതന്ത്രമായി നടക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കുമ്പോൾ തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും വോയിസ് കമ്മ്യൂണിക്കേഷനും വീഡിയോ കോൺഫറൻസിംഗും സാധ്യമാക്കുന്നതിലൂടെ വയർലെസ് നെറ്റ്വർക്കും വയർലെസ് ഡിവൈസുകളും മനുഷ്യന്റെ ഉറ്റ തോഴരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വയേർഡ് നെറ്റ്വർക്കുകളുടെ നിയന്ത്രിതമായ ലോകത്തു നിന്നും വയർലെസ് നെറ്റ്വർക്കിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാറ്റം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഈ മാറ്റത്തെ ശരിയായ വിധത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് വിശ്വസിക്കുന്നു.